കോളിയാടി സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് പ്രത്യേകമായിട്ടുള്ള അടിയന്തര യോഗം ചേർന്നിട്ടുള്ളത്. അതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചതിൽ 2 എണ്ണത്തിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിങ്ങിൽ ആലോചിച്ച് നടപ്പിലാക്കുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം, ശുചിത്വം വളരെ കൃത്യതയോടുകൂടി ഹോസ്പിറ്റലിലും സ്കൂളുകളിലും വീടുകളിലും 3 നിർബന്ധമായും അനുവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മീറ്റിങ്ങിൽ വിശദമായി ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ DMO അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. ചൂടുവെള്ളം നിർബന്ധമായും ചൂടുവെള്ളം മാത്രമേ കഴിക്കാവൂ. ഹാൻഡ് വാഷിംഗ് 20 സെക്കൻഡ് നീളുന്നതായിട്ടുള്ള ഹാൻഡ് വാഷിംഗ് നിർബന്ധമാണ്. അങ്ങനെ തുടങ്ങി കുറച്ച് പ്രോട്ടോകോൾസ് DMO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മീറ്റിങ്ങിൽ പങ്കുവച്ചു. ഇതുൾപ്പെടെയുള്ളതായിരിക്കുന്ന പാംലെറ്റുകൾ ഇന്ന് തന്നെ പ്രിൻ്റ് ചെയ്ത് മുഴുവൻ സ്കൂളുകളിലും വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ വീടുകളിലേക്കുമൊക്കെ എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ള പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇന്ന് അവലോകന യോഗം നടക്കും. ആ അവലോകന യോഗത്തിൽ 2 കാര്യം തീരുമാനിച്ചു. ഒന്ന്, ഈ ഇടത്തുള്ളതായ മുഴുവൻ, ഈ ഇടത്ത് മാത്രമല്ല അനുബന്ധ കാര്യങ്ങൾ പറയാം, മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കുക. അത് ഇവിടെ മാത്രമല്ല, നൂൽപ്പുഴ, അമ്പലവയൽ, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള 3 ഇതിനോട് ചേർന്ന് നിൽക്കുന്നതായ ഇടങ്ങളിലും ലോക്കൽ ബോഡീസിലും ഇന്ന് തന്നെ പ്രത്യേക യോഗം നടക്കും. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യ പ്രവർത്തകരും ട്രൈബൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള യോഗമാണ്. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ആ പഞ്ചായത്തുകളിലും സമാനമായിട്ടുള്ള പ്രവർത്തനം, സ്കൂൾസിൻ്റെ മോണിറ്ററിംഗ്, അതുപോലെ വീടുകളുടെയും ഉന്നതികളുടെയും മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർണ്ണതോതിൽ നടത്താനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഇതിൽ അസുഖം വന്നതായിരിക്കുന്ന കുട്ടികളുടെ വീട്ടിലുള്ളതായിരിക്കുന്ന മറ്റു കുട്ടികൾ, അങ്ങനെ ആ കുട്ടികൾ പഠിക്കുന്നതായിട്ടുള്ള 12 സ്ഥാപനങ്ങളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 2 മക്കളുണ്ടാകുമ്പോൾ 3 മക്കളുണ്ടാകുമ്പോൾ അവർ പഠിക്കുന്ന സ്കൂളുകൾ. അതിൽ 11 സ്കൂളും ഒരു എഞ്ചിനീയറിംഗ് കോളേജുമാണ്. അപ്പോൾ ആ സ്കൂളുകൾ പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ ആ സ്കൂളിൽ മെഡിക്കൽ സംഘത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ഉറപ്പുവരുത്തും. അവിടെ മുഴുവൻ എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ അത് പ്രത്യേകം മെഡിക്കൽ സിസ്റ്റത്തിലേക്ക് ആ കുട്ടികളെ കണക്ട് ചെയ്യാൻ ആവശ്യമായ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിലവിൽ പഞ്ചായത്തുകൾക്ക് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കെല്ലാം നടത്താൻ വേണ്ടി 1 ലക്ഷം രൂപ ഓൾറെഡി കൈമാറിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള പണം ആവശ്യമുണ്ടോ അതിൻ്റെ നടപടികൾ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ഒക്കെ ഏകോപനം നടത്തി അതും കൈകാര്യം ചെയ്യും. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാനുള്ള മാർഗനിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്.
ഡിസ്ചാർജ് ചെയ്തതായിരിക്കുന്ന കുട്ടികളുടെ ഫോളോ അപ്പ് ആക്ഷൻസ് പ്രത്യേകമായി ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. ചില കുട്ടികൾക്ക് വീണ്ടും അവർ അഡ്മിറ്റ് ചെയ്തതായിരിക്കുന്ന സാഹചര്യം പ്രത്യേകം ഗൗരവത്തിൽ ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്തതായിരിക്കുന്ന വീട്ടിലേക്ക് പോയതായിരിക്കുന്ന കുട്ടികൾക്ക് വീണ്ടും അസുഖം വരുന്നതായ സാഹചര്യം ഏത് തലത്തിൽ പോകുന്നു എന്നുള്ളതും അവർ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരീക്ഷണത്തിലേക്ക് വരാനുള്ള നടപടികളും ഉണ്ടാവണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മെഡിക്കൽ സൗകര്യം മുഴുവൻ നിലവിലുണ്ട് എന്നുള്ളതാണ് DMO അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം മെഡിസിൻസിൻ്റെ അവൈലബിലിറ്റിയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമ്മുടെ വയനാട് ജില്ലയിലുള്ള മുഴുവൻ സ്കൂളുകളിലും ഇതിൻ്റെ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലോറിനേഷൻ ഉൾപ്പെടെ പരിശോധനയും ക്ലോറിനേഷൻ ഉൾപ്പെടെ എല്ലാ നടപടികൾക്കും നേതൃത്വം കൊടുക്കുക. ഇതിൽ ഒരു സംശയം മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. മുന്നൊരുക്ക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാ സ്കൂൾസിൽ നിന്നും സാമ്പിൾസ് പരിശോധിച്ചിരുന്നു. ആ സാമ്പിൾസ് പരിശോധിച്ചതിൽ എന്തെങ്കിലും അപാകതകൾ വന്നോ? അതിൽ ബോർവെല്ലുള്ള കിണറുണ്ട്, ഹാൻഡ് വാഷ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നതായിരിക്കുന്ന കിണറിലെ വെള്ളമുണ്ട്. അപ്പം പരിശോധന നടത്തിയത് ബോർവെല്ലാണെങ്കിൽ കിണർ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നടത്തേണ്ടതായിരിക്കുന്ന പരിശോധന സമഗ്രമാകണം എന്നുള്ളത് കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മീറ്റിങ്ങിൽ MLA ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറ്റുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് DMO DD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, മറ്റുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ജീവനക്കാർ, ട്രൈബൽ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരും പങ്കെടുത്തു. മീറ്റിംഗ് വളരെ എഫക്റ്റീവായിരുന്നു. ഇന്നലെ DDMA മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു ചേർത്തിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇന്ന് വൈകുന്നേരം ആരോഗ്യമന്ത്രി സ്ഥലത്ത് വരുന്നുണ്ട്, സന്ദർശനം നടത്തുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പം നിലവിൽ സ്ഥിതിഗതികൾ സമ്പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് DMO പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതിൻ്റെ പ്രോട്ടോകോൾ ഉൾപ്പെടെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തന രൂപരേഖയാണ് ഇപ്പോൾ സ്വീകരിച്ചത്. 19 എണ്ണം വരാനുണ്ട്. അത് ഇന്നും നാളെയുമായിട്ട് വരും. വെള്ളത്തിൻ്റെ അത് എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് ഒരു കോളിയാടി സ്കൂളിലാണ് സംഭവം. കോളിയാടി സ്കൂളിലേക്ക് ഇത് എഫക്റ്റ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പോൾ 400-ൽ പരം കുട്ടികൾ, അല്ല 400-ൽ പരം കുട്ടികൾ ഇതിൻ്റെ സിംറ്റംസുമായിട്ട് വന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇത് വന്നത് എന്നുള്ളത് പരിശോധിക്കാനുള്ളതായിരിക്കുന്ന പരമാവധി സംവിധാനം ആരോഗ്യവകുപ്പ് ഈ കുട്ടികളുമായിട്ട് സംസാരിച്ച് ആരോഗ്യ പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകരോട് സംസാരിച്ചെടുക്കട്ടെ. അപ്പോൾ അതിൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തത പൂർണ്ണമായി നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് നിലവിലില്ല. എങ്ങനെ വന്നു, എവിടെ നിന്ന് ഇത് വന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ സെക്ടറാണ് ടൂറിസം സെഗ്മെൻറ്റ്. അപ്പോൾ ഒന്ന് കുട്ടികളാണ്. ആ കുട്ടികളെ സമ്പൂർണ്ണമായി പരിരക്ഷിക്കപ്പെടണം. മറ്റു മേഖലയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാതെ പോകണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും നിലവിലുള്ള സാഹചര്യം വെച്ച് പെട്ടെന്ന് ആക്ട് ചെയ്തു, എല്ലാ നടപടികളും എടുത്തു. ഷിഗല്ലയാണ് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു. DDMA മീറ്റിംഗ് എമർജൻസി ആയിട്ട് വിളിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട്. ഇന്നലെ തന്നെ മീറ്റിംഗ് കൂടി, അവരെ സ്റ്റെപ്പ് എടുത്തു. ഇന്ന് ടോട്ടൽ മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചു ചേർത്തു. വൈകിട്ട് ആരോഗ്യമന്ത്രി കടന്നു വരികയാണ്. ഇതൊക്കെ ക്രമീകരിക്കുന്ന ജില്ലാ MLA പ്രിയപ്പെട്ട IC ഇതിൻ്റെ കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ സമയം ഇവിടെയുണ്ട്. അല്ല റിസൾട്ട് കുട്ടികളിൽ നിന്ന് കുട്ടികളുടെ വീടുകളിലുള്ള പിന്നെ പറഞ്ഞല്ലോ 12 കുട്ടികൾ അല്ലേ, 14 പേർക്ക് സിംറ്റംസ് ഉണ്ട്. 14 പേർ ലക്ഷണങ്ങളുണ്ട്.
അല്ല, ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ റിസൾട്ട് കുട്ടികളെ കൾച്ചർ അയച്ചു കഴിഞ്ഞാൽ അത് 3 ദിവസം എടുക്കും. അതിൻ്റെ വൈറസ് വളർത്തിക്കൊണ്ടുവന്ന് അതിനുശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കുള്ളൂ. അങ്ങനെയാണ് ഇന്നലെ 2 കുട്ടികളിൽ വന്നിട്ടുള്ളത്. ഇനി ബാക്കി ഇന്നും നാളെയായിട്ട് റിസൾട്ട് എത്തും. സ്വകാര്യ ആശുപത്രികളിലെ കുറേ കുട്ടികൾ ചികിത്സയിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ചികിത്സയ്ക്കുള്ള ധനം പൈസയൊക്കെ എങ്ങനെയാണ്? നിലവിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രൈവറ്റിലേക്ക് പോയിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം പറയാം. അല്ല, ആരോഗ്യ പ്രവർത്തകർക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. അധ്യാപകർക്കും വന്നിട്ടില്ല. റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരധ്യാപകൻ്റെ വന്നു. ഒരധ്യാപകൻ്റെ വന്നു. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽസ് പറഞ്ഞേ. എവിടെയാ ലക്ഷണങ്ങൾ മാത്രം? കോളിയാടി സ്കൂളിലെ അതെ അതെ, കോമൺ ആയിട്ട് എല്ലായിടത്തും. അതിൽ പറഞ്ഞു ഈ ബോർവെൽ മാത്രമല്ല, ആ സ്കൂളിൽ യൂസ് ചെയ്യുന്ന എല്ലാ വെള്ളവും പരിശോധനയ്ക്ക് വിധേയമാണ്.